ഇറാൻ യുദ്ധവും മഹാഭാരത യുദ്ധവും പുതിയ ലോകക്രമവും. നമ്മളിന്ന് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അതുതന്നെയാണ് മഹാഭാരത യുദ്ധം. നമ്മളെ പുരാണ കഥകളിൽ 3 യുദ്ധങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പരശുരാമൻ്റെ കാലഘട്ടത്തിലെ യുദ്ധം, അത് തന്നെയാണ് ഒന്നാം ലോകമഹായുദ്ധം. 2 രാമൻ്റെ കാലഘട്ടത്തിലെ യുദ്ധം, അത് തന്നെ രണ്ടാം ലോകമഹായുദ്ധം. മൂന്നാമത്തത് കൃഷ്ണൻ്റെ കാലഘട്ടത്തിലെ യുദ്ധം, അത് തന്നെ മഹാഭാരത യുദ്ധം. ഇതാണ് 3 ഘട്ടങ്ങളായിട്ട്. അതിനുശേഷം ലോകം ഒരു സുന്ദരമായ ലോകമുണ്ടാകും. അതിൻ്റെ ശേഷം പ്രളയം. ഇത് ചരിത്രം തന്നെ കഥരൂപത്തിൽ അവതരിപ്പിച്ചതാണ്. കഥയായതുകൊണ്ട് ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ അതുപോലെ തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതെങ്ങനെ ഉണ്ടാകും? ലോകമുണ്ടാകും. ഒരു നല്ല 4 ഘട്ടങ്ങൾ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതുപോലെ തന്നെ ഗോത്രകാലഘട്ടം, കൊളോണിയലിസം, ഇന്നുള്ള കാലഘട്ടം, നാളെ വരാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു സുന്ദരമായ ലോകമുണ്ടാകുന്നത്. അതിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഇറാൻ യുദ്ധമെടുത്താലും ഉക്രൈൻ യുദ്ധമെടുത്താലും എല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കാലം തന്നെയാണ്. അതുതന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 21 ഫെബ്രുവരിയിൽ ഒരു പോസ്റ്റ് നടത്തിയിട്ടുണ്ട്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് ഇതാണ്: 2026 ഫെബ്രുവരി 27 മുതൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം. ഇത് തുടങ്ങിയത് കുറേ കാലമായി. എൻ്റെ അവസാന ഘട്ടമാണോ എന്ന് ശങ്കിക്കുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. അത് 2026 ഫെബ്രുവരി 27 മുതൽ 2026 ഓഗസ്റ്റ് വരെയുണ്ട്. അതിലെന്തെല്ലാമാണ് സംഭവിക്കുക എന്നുള്ളത് ആ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയും കൊടുത്തിട്ടുണ്ട്. അത് 2026 ഫെബ്രുവരി 27 മുതൽ എന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്തത് 2026 ഫെബ്രുവരി 21 ഒരാഴ്ച മുമ്പിലാണ്. അത് കാണേണ്ടവർക്ക് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഹാഭാരത യുദ്ധവും ആയി ചേർത്ത് വെച്ചുകൊണ്ട് ഈ യുദ്ധത്തെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ ലോകം ആദ്യം 2ആയി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് കൃഷ്ണൻ്റെ രാജ്യം. കൊളോണിയലിസത്തിന് ശേഷം ലോകം കൃഷ്ണനൊരു യാദവ വംശം അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചൂതുകളിയുടെ ലോകമാണ്. അങ്ങനെ ലോകം 2ആയി തിരിഞ്ഞു. എന്നിട്ട് അപ്പുറം ഒരു ലോകം കൃഷ്ണൻ സ്ഥാപിച്ചതിൻ്റെ ശേഷം ആ കൃഷ്ണൻ തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് കൗരവരുടെയും പാണ്ഡവരുടെയും ഭാഗത്ത് വന്നിട്ട് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇന്നത്തെ ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാലും ലോകം 2ആയി തിരിച്ചിട്ടുണ്ട്. വാർസാ രാഷ്ട്രങ്ങളും, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അതോട് അടുപ്പിച്ചിട്ട് ലോകം 2ആയി തിരിഞ്ഞിട്ടുണ്ട്. വാർസാ രാഷ്ട്രങ്ങളും ഇപ്പോഴത്തെ നാറ്റോ രാഷ്ട്രങ്ങളും. ഇപ്പം വാർസാ രാഷ്ട്രങ്ങളിൽ ഒരു പ്രത്യേക ലോകക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പുട്ടിന് തലവനായിട്ട് പുട്ടിൻ എടുത്തു കഴിഞ്ഞാൽ ആ പുട്ടിൻ
അവരുടേതായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഒരു മറക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെന്താണ് ചെയ്തത്? ആ മറ പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇതിലേക്ക് കയറി വന്നിട്ടാണ് പിന്നെ ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നത്. അവരവരുടേതായ ഒന്നുണ്ടാക്കി പിന്നെ അത് പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ കൃഷ്ണനും അപ്പുറം ഒരു ലോകമുണ്ടാക്കി പിന്നെ കൃഷ്ണൻ കയറിയിട്ട് ഇപ്പുറത്തേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ മഹാഭാരത യുദ്ധം നടക്കുന്നത്. ഇതെല്ലാം തന്നെ കള്ളക്കളിയിലൂടെയാണ് നടക്കുന്നത്. നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല. എന്തുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല? കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നാശമാണ് ഫലം. അതുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുക, കളവ് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നേരിട്ടങ്ങ് ഏറ്റുമുട്ടിയിട്ട് ന്യൂക്ലിയർ ബോംബിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിഭാഗവും തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ശിഖണ്ഡികളെ മുന്നിൽ നിർത്തുന്നു. ഇനി കള്ളക്കളികൾ, കള്ളപ്രസ്താവനകളിലൂടെ യുദ്ധം നടക്കുന്നു. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ആരെയെല്ലാം മുൻനിർത്തിയത്? ആദ്യം ഉക്രൈനെ മുൻനിർത്തിയിട്ട് റഷ്യക്കെതിരായിട്ട് എല്ലാവരും നാറ്റോ രാഷ്ട്രം മുഴുവൻ ഇപ്പുറം നിന്നുകൊണ്ട് ഉക്രൈനെ മുൻനിർത്തിയിട്ട് റഷ്യക്കെതിരായിട്ട് തിരിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇറാനെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരായിട്ട് റഷ്യ പിന്നിൽ നിന്നു. അപ്പം ഉക്രൈൻ്റെ മുമ്പിൽ മറ്റുള്ളവരാണ് പിന്നിൽ നിന്നതെങ്കിൽ ഇവിടെ ഇറാൻ്റെ പിന്നിൽ റഷ്യയും മറ്റും നിന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് അമേരിക്കനെ മുന്നിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അതാണ് ഭയാനകമായ അവസ്ഥയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നത്. ശിഖണ്ഡികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് യുദ്ധം നടത്തുന്നത്. എന്തുകൊണ്ടാണത്? അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കേണ്ടി വരും. അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി തന്നെയാണ്. എന്താണ്? ബ്രഹ്മാസ്ത്രം. ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? ആറ്റങ്ങളിൽ നിന്നാണ്. അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. ന്യൂക്ലിയസ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, അതാണ് ന്യൂക്ലിയർ ബോംബ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് തന്നെയാണ് ബ്രഹ്മം. അതിൽ നിന്ന് വരുന്ന ആയുധം അത് ന്യൂക്ലിയർ ബോംബ് തന്നെയാണ്. ആ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ രണ്ട് തരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ന്യൂക്ലിയർ ബോംബ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് ശക്തികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ഇറാനും ഉക്രൈനും ഒന്നുമല്ല. അവരെല്ലാം ഒന്നുമല്ല. അതിൻ്റെ ഇടക്ക് ഇസ്രയേലും ഇറാനും ഒന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. റഷ്യയുടെ തലസ്ഥാനത്തേക്ക് വളരെ കൃത്യമായിട്ട് അവരടിച്ചിട്ടുണ്ട്. ഉക്രൈൻ എവിടെ നിന്നാണ് ഇത് സാധിച്ചത്? ആയുധമാരാണ് മറ്റവർ കൊടുത്തതാണ്. ഇതെല്ലാം സാറ്റലൈറ്റ് വിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും കൃത്യമായിട്ട് അടിക്കാൻ പറ്റുകയുള്ളൂ. അത് റഷ്യക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇവർ പിന്നിൽ ഒന്നുമില്ലാതെ മാതിരി അടിച്ചു. അങ്ങനെ അവർ അന്ന് കളിച്ചത്, അവസരം കിട്ടിയപ്പോൾ റഷ്യ നേരെ തിരിച്ച് ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്കേൻ്റെ മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞു, തന്ത്രപൂർവ്വം. അപ്പം ഉക്രൈനിൽ നിന്ന് മാറി ഇപ്പോൾ യുദ്ധം ഏത് തമ്മിലായി? അമേരിക്കൻ പക്ഷവും ഇപ്പുറത്ത് ഇറാനെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളിയായി. അന്ന് റഷ്യക്കെതിരായിട്ട് എന്ത് പ്രയോഗിച്ചു? എന്താണ് പ്രയോഗിച്ചത്? ആയുധവും കൊടുത്തിട്ട് സാറ്റലൈറ്റിലൂടെ കൺട്രോൾ ചെയ്തിട്ട് അടിപ്പിക്കും കൃത്യമായിട്ട്. അതിന്ന് റഷ്യയും ചെയ്യുകയാണ്. ഇറാൻ അമേരിക്കയിലെ കപ്പലിനെ അടിച്ചിട്ടുണ്ട്. 7ാം കപ്പൽ പടയിലെ പ്രധാനപ്പെട്ട കപ്പൽ പടയിനെ അടിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്
അതൊന്നുമല്ല, അതിൻ്റെ അകത്ത് സാധാരണ തീ പിടിച്ചതാണെന്ന്. എന്തോ അത് ശ്രോതാക്കൾ ചിന്തിച്ചു കൊടുക്കുക. F-35 16-ഉം 35 ആർക്കും ഒരു റഡാറിലും പിടിക്കാൻ പറ്റാത്ത ആ വിമാനത്തെ അടിച്ചിട്ടിട്ടുണ്ട്. ആരാണ് അടിച്ചിട്ടത്? ഇറാൻ. ഈ ഇത്രയും വലിയ സാങ്കേതിക വിദ്യ എവിടെ നിന്ന് കിട്ടി ഇറാന്? ചിന്തിക്കണം. സൗദി അറേബ്യയിലുള്ള എല്ലാ അവരുടെ താവളങ്ങളിലേക്കും കൃത്യമായിട്ട് അടിക്കുകയാണ്. കൃത്യമായിട്ടാണ് അടിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട്ടിലേക്ക് അടിച്ചിട്ടുണ്ട്. അമേരിക്ക അടിച്ചിട്ടുണ്ട് ഇറാൻ്റെ കൊട്ടാരത്തിലേക്ക്. അമേരിക്ക, കാരണം അവർക്കതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇറാൻ അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല. അത് ചൈനയോ റഷ്യയോ കൊടുക്കാതെ ഒന്നും ഇത്രയും കൃത്യമായിട്ട് അടിക്കാൻ പറ്റില്ല. അത് അമേരിക്ക തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ പിന്നിലെല്ലാം റഷ്യയുണ്ട്. റഷ്യ ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്തുകൊണ്ട്? ഇറാൻ ഇവർ കൊടുത്തിട്ടുണ്ട് അമേരിക്ക മോസ്കോയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതിൽ ഇനി ഉക്രൈന് കൊടുത്തിട്ടുണ്ട് മോസ്കോയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് പിന്നെ ഇറാന് കൊടുക്കുന്നതിൽ എന്താ തെറ്റ് പറയാൻ പറ്റും? തിരിച്ച് ഇപ്പം പ്രയോഗിക്കുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് പറഞ്ഞു? റഷ്യ ഇത് കഴിക്കുകയാണെങ്കിൽ നാളെ ഞാൻ ഉക്രൈനിന് ആയുധങ്ങൾ കൊടുക്കുന്നു. ട്രംപ് പറഞ്ഞതാണ്, അമേരിക്ക പറഞ്ഞത്. ട്രംപ് റഷ്യയോട് പറഞ്ഞതാണ്, നിങ്ങളിങ്ങനെ സഹായിക്കുകയാണെങ്കിൽ നാളെ റഷ്യയിലേക്ക് അടിക്കാനുള്ള ദീർഘദൂര മിസൈല് ഞാൻ ഉക്രൈന് കൊടുക്കും. അന്നായിരുന്നുവെങ്കിൽ റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്ക പറയും ഞാനല്ല കൊടുത്തതെന്ന് പറയാം. അമേരിക്കക്ക് ഉക്രൈനെ അടിക്കാൻ പറ്റും, ആ ശിഖണ്ഡീനെ അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നതല്ല കാര്യം. ഇന്ന് അമേരിക്ക ഉക്രൈന് കൊടുത്തിട്ട് റഷ്യ അടിക്കുകയാണെങ്കിൽ അതേ ആയുധം റഷ്യ ഇറാന് കൊടുത്തിട്ട് അമേരിക്കയിലേക്കും അടിക്കും. അതുകൊണ്ട് അത് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് കൊടുക്കില്ല. അതുമാത്രമല്ല, പണ്ട് ഈ ക്ലസ്റ്റർ ബോംബെല്ലാം കൊടുത്തിരുന്നു റഷ്യയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു അമേരിക്ക കൊടുത്തത് ക്ലസ്റ്റർ ബോംബ്. അത് ശരിയായ പരിപാടിയല്ല. ഇതെല്ലാം നാട്ടിൽ, കാരണം കുറേ ആയിട്ട് പോയിട്ട് അവിടെ വീഴും. അത് ഒരുമാതിരി നിരോധിച്ച മാതിരിയുള്ള ആയുധമാണ്, ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ടും റഷ്യക്കെതിരായിട്ട് കൊടുത്തു. ഇപ്പോഴെന്ത് ചെയ്യുന്നു? തിരിച്ചു കളിക്കുന്നു. ഇപ്പോൾ ഇറാൻ കൊണ്ടുപോയിട്ട് ഇസ്രയേൽ മുഴുവൻ ക്ലസ്റ്റർ ബോംബുകൾ കൊണ്ട് നടക്കുകയാണ്. എന്തെങ്കിലും പറയാൻ പറ്റും? പണ്ട് ഇവരങ്ങോട്ടേക്ക് റഷ്യയെ അടിക്കാൻ കൊടുത്തതാണ്. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് അത് തെറ്റാണ്, അടിക്കാൻ പാടില്ല, അതൊന്നും ഉപയോഗിക്കാം. പക്ഷേ പണ്ട് റഷ്യക്ക് കൊടുത്തപ്പോൾ അതിനെ വർണ്ണിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം നേരെ തിരിച്ച് പ്ലേറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരെല്ലോ ഉണ്ടെന്ന് അമേരിക്ക, അതിൻ്റെ ശേഷമാണ് എണ്ണ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ഹോർമോസ് കടലിടക്ക് ബ്ലോക്കായി. ഇതിൻ്റെ ഫലം എന്താണ് സംഭവിക്കുന്നത്? സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം. അത് നമ്മളെ നാട്ടിലെ തന്നെ ചായക്കടകൾ മുഴുവൻ പൂട്ടി. ഇത്രയും അടിച്ചേ ഉള്ളൂ. ഇനി കുറച്ചു കാലം കൂടി നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സാമ്പത്തികമായ എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. നാളെ പെട്രോളും എല്ലാം ഈ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ, സാധനം പോലും കിട്ടാതെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പം വെറും ഇറാനല്ല, ഇറാൻ്റെ പിന്നിൽ ആരുണ്ട്? അതാണ് ഒരു ഇറാനോടല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ഇറാന് ചെറിയ ചീള് കേസാണ് എന്നെല്ലാം പറയുന്നത്. ഇറാനൊന്നും അല്ല, ഉക്രൈനും അല്ല. ഇതിൻ്റെ പിന്നിലുള്ള രണ്ട് പ്രബല ശക്തികളാണ്. ലോകം രണ്ട് ധ്രുവമായിട്ട് മാറിയിട്ടുണ്ട്. കൃഷ്ണനും എങ്ങനെയാണ് നിന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ആയുധമൊന്നും എടുക്കില്ല,
അർജുനൻ്റെ തേരാളിയായിട്ട് നിൽക്കുന്നവൾ നയിക്കുകയാണ് ചെയ്യുന്നത്. നയിക്കുന്നത് കൃഷ്ണനാണ്, ആയുധമൊന്നും എടുത്തിട്ടില്ല. കാലമാണ് നയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷപരമായിട്ടുള്ള ജ്ഞാനം ഇട്ടത്. ആ കാലം എത്തിയപ്പോൾ തന്നെയാണ് 2026 ഫെബ്രുവരി 27 മുതൽ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് ഈ അടിയെല്ലാം നടന്നിരിക്കുന്നത്. അതിനി ഓഗസ്റ്റ് മാസം വരെയുണ്ട്. ആ വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്, കാണാം വേണ്ടുന്നവർക്ക്. അത് ഇട്ട ഡേറ്റ് അതിനെക്കാട്ടി ഒരാഴ്ച മുമ്പിലാണ്. അപ്പം കാലം തന്നെയാണ് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് നോക്കൂ. അപ്പം ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ അവസാനം എന്താണ് പോകുന്നത്? ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് പോകുന്നത്, യുദ്ധം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഭീഷ്മർ ആദ്യം ആയുധം താഴെ വെക്കുന്നു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയപ്പോൾ. ഇവിടെ ഇപ്പോൾ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞാൻ ഇസ്രയേലിനെ ഇറാനെയെല്ലാം തോപ്പിച്ച് കഴിഞ്ഞു, അവരുടെ ആയുധമെല്ലാം ഇല്ലാതെയാക്കി, അവർ തോറ്റ്, അവർ ചികിള് കേസാണ്. ഇനിയിപ്പോൾ അവരോട് അവരോട് യുദ്ധം ചെയ്യുന്നതിനൊന്നും അർത്ഥമൊന്നുമില്ല, സന്ധിൻ്റെ ആവശ്യമില്ല, ഞാനിതാ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു ന്യായവും പറഞ്ഞ് ഭീഷ്മർ സ്ഥലം വിട്ട മാതിരി ട്രംപും തലയൂരി. ആ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാതെ തന്ത്രത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആയുധമെടുത്തിട്ടല്ല. ബിസിനസ്സിനാണ് ആഘാതം ഏൽപ്പിക്കുന്നത്. ഈ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞപ്പോഴും അതിൽ ബിസിനസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ലോകം രണ്ടായി തിരിഞ്ഞത് രാഷ്ട്രീയമായ രണ്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നിലാണ്. അത് ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാം കള്ളക്കളികൾ നടിക്കുന്നുണ്ട്. കൃഷ്ണനും വന്നത് ഞാൻ നിഷ്പക്ഷമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വേഷം കെട്ടിയിട്ട് കൃഷ്ണന് നിഷ്പക്ഷമാണോ? എല്ലാ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ നിഷ്പക്ഷൻ്റെ വേഷവും കിട്ടിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാർക്കറിയാം? ഭീഷ്മർക്കും അറിയാം. കുട്ടീനിപ്പോൾ ശബ്ദം വളരെ കുറവല്ലേ, ഒന്നുമില്ലാതെ മാറി ഇരിക്കുകയാണ്, കുട്ടീനെ കേൾക്കാനേ ഇല്ല. പക്ഷേ അമേരിക്കക്കറിയാം ആരാണ് ഇതിൻ്റെ പിന്നിൽ നയിക്കുന്നത്. പക്ഷെ അത് വെളിയിൽ വരില്ല. നമ്മൾ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വെറും ഒരു ഇറാനും ഇസ്രായേലും ഉക്രൈനും ഇതൊന്നും ഒന്നുമല്ല. ഇപ്പം സാമ്പത്തികപരമായിട്ടാണ് സാമ്പത്തികമെന്ന ആയുധമാണ് എടുത്തുപയോഗിക്കുന്നത്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? സാമ്പത്തികമായ പ്രത്യയശാസ്ത്രങ്ങൾ, രണ്ട് വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകും. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അതെല്ലാം വ്യക്തമാകും. അപ്പോൾ ഭീഷ്മര് ഇട്ടെറിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഭീഷ്മർക്ക് എന്തുകൊണ്ടാണ് ഈ ശിഖണ്ഡീനെ പിടിച്ചിട്ട് ഇവൻ്റെ പിന്നിൽ കളിപ്പിക്കുന്ന ശിഖണ്ഡീനെ മുന്നിൽ നിർത്തിയ മറ്റവനാണെന്നൊന്നും അറിയാനുള്ള ബുദ്ധിയില്ലാതെ കൊണ്ടാണോ? എടുത്തിട്ട്. പക്ഷേ അതല്ല കാര്യം. യുദ്ധം പോകുന്നത് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും. പിന്നെ ലോകം പോലും നശിച്ചു പോകും. ഇത് ഭീഷ്മർക്ക് നല്ലോണം അറിയാം. അപ്പം ഭീഷ്മർ എന്ത് ചെയ്തു? വയ്യ, ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഊരണം, ഇത് വല്ലാതെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്ന് ഭീഷ്മർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ എവിടത്തേക്കാണ് എത്തുക എന്ന് ഭീഷ്മർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ശിഖണ്ഡീനെ മുമ്പ് കിട്ടെ ഇവനോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെയാണ് ട്രംപ് ഇറാൻ അവനെല്ലാം തോപ്പിച്ച് കഴിഞ്ഞ് അവരിപ്പോൾ ആയുധമില്ല, ഒന്നുമില്ല, ആകെ അവശനായി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാനിനി അവരോട് യുദ്ധം ചെയ്യില്ല. അതായത് ശിഖണ്ഡിക്ക് സമാനമാണ്,
ഞാൻ അവനോട് യുദ്ധമൊന്നും ചെയ്യില്ല, ഞാനിതാ പോകുന്നതെന്നും പറഞ്ഞ് പോകാനാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ആ മഹാഭാരത കഥയുടെ ആ ശൈലിയിലേക്ക് ചിന്തിച്ചു നോക്കും. പിന്നെയുള്ളത് ഏതാണ്? ഗുരു ദ്രോണാചാര്യരല്ലേ? അതെന്തോ ഇരിക്കട്ടെ, ഏതോ ഗുരു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഇട്ടെറിഞ്ഞു പോയി. ഒരു കള്ള വാക്ക് കേട്ടപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു, മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അതും കള്ളത്രാണം അടിച്ചു വിട്ടു. ഇതെല്ലാം കള്ളത്രാണെന്നാണ്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കള്ളത്രാണല്ലേ ഉള്ളൂ. എന്തെല്ലാം തരം കളവാണ്. കളവിലൂട്ടിയല്ലേ ഈ യുദ്ധം പോകുന്നത്. കളവല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവും. ആ കളവിൻ്റെ ബേസിൽ ഗുരു എന്ത് ചെയ്തു? ഊരിപ്പോയി. ഇവിടെ ഗുരുവായിട്ട് ആരെ നമുക്ക് എടുക്കാം? ബ്രിട്ടനെ എടുക്കാം, നാറ്റോ രാഷ്ട്രങ്ങളെ മുഴുവൻ എടുക്കാം. അവന്മാർ കൂടിയില്ല. ട്രംപ് വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ട്രംപ് വിളിച്ചു, നമുക്ക് ഹോർമൂസ് കടലിടക്കൊന്ന് സ്വതന്ത്രമാക്കണം, നമ്മൾ നല്ല തീ നോക്ക്, നമുക്കെന്നും വഴിയില്ല എന്നും പറഞ്ഞ് ഊരിയതന്നെയല്ലേ ചെയ്തത്. അവരും ഏകദേശം മാറുന്ന അവസ്ഥയിലാണ്. എന്നാലും യുദ്ധം തീരുമോ? ഇറാൻ അങ്ങനെ ഈ യുദ്ധം തീരുക എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരണം. എന്താണ് ഈ പ്രശ്നത്തിന് തുടക്കം? ചൈനയും റഷ്യയും വില കുറച്ച് സാധനങ്ങളുമായിട്ട് മുതലാളിത്ത രാഷ്ട്രമായിരുന്നു ഇപ്പോൾ. ആ മുതലാളിത്തത്തെ അവർ മുതലാളിത്തം കൊണ്ട് തന്നെയാണ് നേരിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് മുതലാളിത്തം കൊണ്ട് നേരിട്ടത്? നിങ്ങൾ വില കൂട്ടി വിൽക്കുമെങ്കിൽ നമ്മൾ വില കുറച്ച് വിൽക്കും. നമുക്കറിയാലോ, ഒരു മാർക്കറ്റിൽ മത്സ്യം വിൽക്കാൻ പറ്റിയാണ് മത്തി. ഇങ്ങനെ ഇത് വെച്ചിട്ട് എല്ലാവരും പറയും 100 രൂപ. യഥാർത്ഥത്തിൽ മത്തിക്ക് നമുക്കറിയാലോ, കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കൊട്ട കിട്ടും. അവിടെ പോയാൽ കിട്ടും. കടത്തീരത്തുള്ളവർക്കറിയാം. അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ഓരോരുത്തർ ദൂര് വെച്ച് വിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വില ചിലപ്പോൾ 50 ആയിരിക്കും. 50 കൊണ്ടായാലും 20 കിട്ടും. പുറത്തുനിന്ന് കിട്ടുന്ന അവിടെ പോയി നമ്മൾ വാങ്ങിയാണെങ്കിൽ പോട്ടെ 50 കൂടും. അപ്പോൾ അവന് ലാഭം 50 രൂപ. അപ്പം 100 രൂപയ്ക്ക് വിറ്റ് എല്ലാവരും 100 വെച്ചിരിക്കും. ഒരുത്തം കയറിയിട്ട് 60 രൂപയ്ക്ക് വിൽക്കുകയാണ്. അവന് 10 രൂപ ലാഭം കിട്ടിയാൽ മതി. 100-ന് വിൽക്കില്ല, 60 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് വാങ്ങി, ഇവനിവിടെ ഇരിക്കുകയും ചെയ്യും. ഈ തന്ത്രമാണ് ചൈനയും റഷ്യയും പ്രയോഗിച്ചിരിക്കുന്നത്. എന്ത് ചെയ്തു? ഇവന്മാർ വലിയ വിലക്ക് വിൽക്കുമ്പോൾ ചൈന ചെറിയ പൈസ കടയുണ്ടാക്കുന്നു. പിന്നെയുള്ള ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി എണ്ണ. റഷ്യ ചെറിയ എണ്ണക്ക് പൈസക്ക് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും അവിടത്തേക്ക് പോകാൻ തുടങ്ങി. ജർമ്മനി എല്ലാവരും അവിടെ പോയി വാങ്ങി. കാരണം അവരുടെ വ്യവസായത്തിന് എണ്ണ ചെറിയ പൈസക്ക് കിട്ടുന്നത് കൊണ്ട് ഇവരുടെ കച്ചവടം മുഴുവൻ ഇവർ നോക്കിയിരിപ്പായിപ്പോയി. അതല്ലേ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ എൻ്റെ ഷെൽഫ് കറക്റ്റ് ചൈനീസ് സാധനങ്ങളാണ്. കാരണം അവർ വില കുറച്ച് വിറ്റു. വില കുറച്ച് വിറ്റാൽ ലാഭമാണ്. ഒറ്റയടിക്ക് 50-ൻ്റെ സാധനം 100-ന് വിറ്റിട്ട് 50 ലാഭം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 10 രൂപ ലാഭം മതി. പക്ഷേ കച്ചവടക്കാരൻ നാട്ടിലുള്ള എല്ലാവരും അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ എല്ലാവരുടെ ലാഭവും 10 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇവന് കച്ചവടവും തീർത്തിട്ട് ഇവന് പോവുക. ഇവർ ഇവിടെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരിപ്പേ ഉണ്ടാവും. ഇതാണ് സംഭവിച്ചത്. വില കുറച്ചടിച്ചു കൊടുത്തു. ഒരു തന്ത്രം. അത് മുതലാളിത്തമല്ലേ എന്ന് ചോദിച്ചാൽ ചൈനയും ചെയ്യുന്നത് മുതലാളിത്തം തന്നെയാണ്, റഷ്യ ചെയ്യുന്നതും മുതലാളിത്തം. ഇവരും മുതലാളിത്തമാണ്. ഇവർ വില കൂട്ടിയ വില കൂട്ടി അടിച്ചു, ഇവർ വില കുറച്ചടിച്ചു. എന്നിട്ട് ലോക കമ്പോളം മുഴുവൻ അവരുടെ കയ്യിലായി. ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതലാളിത്ത രാഷ്ട്രങ്ങളിലെ മുതലാളിമാരും ചൈനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റലും അവിടെ പോയി എത്തി. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ഭയാനകമായ അവസ്ഥ ലോകം തിരിച്ചറിഞ്ഞത്. ആര്? ഈ വെസ്റ്റേൺ കൺട്രീസ്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അതിനിടയ്ക്ക് കൊറോണയും കയറി വന്നു. കാരണം കാലമാണിത് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് ഒരു മാറ്റത്തിലേക്കാണ് ലോകം പോകാൻ പോകുന്നത്. കാലമാണ് മാറ്റിക്കൊണ്ടുപോകുന്നത്. കാരണം ഇതിനെ അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഈ പ്രശ്നം തീരണ്ടെങ്കിൽ
ചൈനക്കാർ വലിയ വിലക്ക് സാധനം വെക്കണം. റഷ്യ എണ്ണയും വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവന്മാർ ഇത് കുറച്ച് ഇരിക്കുന്നിടത്തോളം കാലം വ്യവസായങ്ങളൊന്നും ഇപ്പുറം വരാൻ പോകുന്നില്ല, നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് യുദ്ധം തീർന്നാലും പ്രശ്നം തീരുന്നില്ല. പ്രശ്നം എങ്ങനെ? അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് താരിഫെല്ലാം അടിച്ചു കൊടുത്തത്. താരിഫിലൊന്നും ഒന്നും നടക്കില്ല. അവരെന്താ പറഞ്ഞത്? ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മളുടെ അടുത്ത് നിങ്ങളെ സാധനമാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്, ചൈനേൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങിക്കൂട്ടിയാണ്. അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കാൻ വില കൂടിയ സാധനമേ ഉള്ളൂ, അത് അവർ വാങ്ങുമോ? അപ്പോൾ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് 1000 ഉറുപ്പ്യക്ക് സാധനം പോവുകയാണെങ്കിൽ അമേരിക്കക്ക് ഇങ്ങോട്ട് തരാൻ 100 ഉറുപ്പ്യ ഇന്ത്യയെ കാണുള്ളൂ എന്തെങ്കിലും സാധനം. പിന്നെ ബാക്കി 900 കടക്കാരനാകുകയാണ് അമേരിക്ക. അതുകൊണ്ട് ആ താരീഫിലല്ല പിടിച്ചിരിക്കുന്നത്. അമേരിക്ക പിടിച്ചെന്താണ്? വില കൂടിയതായാലും എൻ്റെ അടുത്തുനിന്ന് 1000-ന് വാങ്ങുന്നുണ്ട്, നീയും എൻ്റെ അടുത്തുനിന്ന് 1000-ന് വാങ്ങണമെന്ന നിലയിൽ ട്രേഡ് ബാലൻസ് ഉണ്ടാക്കണം എന്നായി. നിങ്ങളുടെ അടുത്ത് ഞാൻ 1000-ന് സാധനം വാങ്ങിക്കോളാം, പക്ഷേ എൻ്റെ സാധനവും നീ 1000-ന് വാങ്ങിക്കോളൂ. അത് വില കൂടിയായൊന്നും നോക്കാൻ പാടില്ല, എന്ത് കൂടിയായാലും വാങ്ങിക്കോളാം, നിർബന്ധം. ഇതാണ് ചൈനയോടും പറയാൻ തുടങ്ങിയത്. അത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ചൈനയിൽ നിൽക്കില്ല, ഇന്ത്യയിൽ നിൽക്കുന്നില്ല. എത്രയോ കാലം ഇന്ത്യയിലും പിടിച്ചു നിന്നില്ല. കാരണം ആ ഉൽപ്പന്നങ്ങളിൽ ഇങ്ങോട്ട് കയറി ഇതുവരെ വന്നിട്ടില്ല. കാരണം അത് സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ തൊലഞ്ഞു പോകും. അതുപോലെ ചൈന സമ്മതിച്ചില്ല. അപ്പോൾ അതാണ് ഇഷ്യൂ. ആ ഇഷ്യൂ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അങ്ങനെ ഒരാൾ നിൽക്കുമോ? ഇപ്പം ചൈന നിൽക്കുമോ? ചൈന കൊണ്ട് നിങ്ങളുടെ സാധനം എനിക്ക് വേണ്ട, എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ചൈനയിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. റഷ്യ കൊടുക്കാനുണ്ട്, റഷ്യക്ക് വേണ്ടത് ചൈനയും കൊടുക്കും, ചൈനക്ക് വേണ്ടത് റഷ്യയും കൊടുക്കും. വലിയ നാടുകളാണ്, അവരെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ഏറ്റുമുട്ടി പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ആയുധം എടുത്തിട്ട് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ലോകം അവസാനിക്കും. അതിനാണ് ഈ ശിഖണ്ഡികളെ മുൻനിർത്തിയിട്ടുള്ള ഈ കളികൾ മുഴുവൻ ഇന്ന് ലോകത്ത് 2 കൂട്ടരും പ്രയോഗിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള 2 ആശയഗതികളായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ലോകത്തിൽ നടക്കുന്നത്. അതാണ് മഹാഭാരതത്തിലും 2 ആശയഗതികളാണ്. ചൂതുകളി എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ദീർഘമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ അവസാനം എന്ത് പറ്റും? ഭീഷ്മർ ഇട്ടെറിഞ്ഞു പോയി, ദ്രോണാചാര്യർ ഇട്ടെറിഞ്ഞ് പോയി, ഓരോ പേരും പറഞ്ഞിട്ട്. ഭീഷ്മർ പറഞ്ഞ് ഇവനോട് ഒന്നുമല്ല ഇവനോട് യുദ്ധം ചെയ്യുന്നതിന് കുറവ്. അതുമാതിരി തന്നെയാണ് ട്രംപും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഘട്ടമായതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ആ സ്റ്റേജ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഭീഷ്മർ എന്ത് പറഞ്ഞു, അല്ലേ ട്രംപ് എന്ത് പറഞ്ഞു? അയ്യേ, ഇറാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒന്നുമില്ല, ആയുധങ്ങളുമില്ല, ഒരു ചുക്കുമില്ല, അവൻ തോറ്റ് ഇരിക്കുകയാണ്. അവനോട് എനിക്ക് യുദ്ധം ചെയ്യുന്ന മധ്യസ്ഥാക്കേണ്ട കാര്യമില്ല, ഞാനിതാവുന്നു, നിങ്ങളെ മറ്റവന്മാരാണെങ്കിൽ അവരും പോയി. എന്നാൽ യുദ്ധം തീരുമോ? പ്രശ്നം സോൾവ് ആകുമില്ല. പക്ഷേ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എവിടത്തേക്കാണ് വരാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചായ കുടിച്ച ടൗണിൽ പോയിട്ട് വെയിൽ കൊള്ളുമ്പോൾ ചായ കുടിച്ചാൽ ചായ കിട്ടാനില്ല. കുറച്ച് ദിവസവും കഴിയുമ്പോൾ ലോകത്തിലെ ജനങ്ങളാണ് ഇത് അനുഭവിക്കാം. ഇനിയുള്ള യുദ്ധം ആരെല്ലാമാണ്? കർണന്മാരും ബാക്കിയുള്ള സിൽബന്തികൾ. ഇനിയുള്ള ലോകക്രമത്തെ നിയന്ത്രിക്കാൻ പോകുന്ന, ആ യുദ്ധക്കളം നിയന്ത്രിക്കാൻ പോകുന്നത് കർണന്മാർ. കർണനെ അതുവരെ അടുപ്പിച്ചിട്ടില്ല. കർണനെല്ലാം താഴെയുള്ള ആൾക്കാരായിട്ടാണ് ഭീഷ്മരും ദ്രോണാചാര്യരെല്ലാം കാണുന്നത്. അപ്പം അതിൻ്റെ താഴെയുള്ളൊരു കക്ഷിയാണ് കർണനാണ്. കർണനും പിന്നെ ബാക്കിയുള്ള കക്ഷികളെല്ലാണ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത്. അത് പൊരിഞ്ഞ യുദ്ധമാണ്. അതായത് ഇതിൽ കീഴെയുള്ള ഇത് ഇനി എഫക്റ്റ് ആർക്കാണ് ഉണ്ടാകാൻ പോകുന്നത്? ഓരോ നാട്ടിലെ ജനങ്ങളെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ എവിടത്തേക്കാണ് എത്താൻ പോകുന്നത്?
അതാണ് വേദവ്യാസം പറഞ്ഞ മഹാഭാരത യുദ്ധത്തിൽ ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല, ഒരൊറ്റയാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. എല്ലാവരെയും അത് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ വെളിയിൽ പോയാൽ ചായ കിട്ടുന്നില്ല. ഇത് മാത്രമല്ലല്ലോ, ഇനി പെട്രോൾ ഡീസലിലെ വ്യവസായശാലകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? സൗദിയിൽ എന്താണ്, അവിടെയുള്ള വ്യവസായശാലകളിലെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ അവിടെയുള്ള എല്ലാം തൊഴിലില്ലാത്ത ആൾക്കാർ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരുമ്പോൾ കീഴിലുള്ള ജനങ്ങളാണ് ഇനി ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അതെങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കീഴിലുള്ള ജനങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? കർണന്മാർക്കും ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയല്ലേ പറ്റൂ. എന്ത് സൊല്യൂഷൻ? റഷ്യനെ കൊണ്ട് എണ്ണക്ക് വില കൂട്ടിപ്പിക്കാനും ചൈനനെ കൊണ്ട് വില കൂട്ടിപ്പിക്കുക. ഇത് നടക്കുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് സൊല്യൂഷൻ? മഹാഭാരതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. മഹാഭാരത യുദ്ധം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ അവസ്ഥ അടുത്ത് തന്നെ കാണാം. അതാണ് ജ്യോതിഷപ്രകാരമുള്ള പ്രവചനവും. 2026 ഫെബ്രുവരി 27 മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള പീരീഡുകൾ വളരെയധികം പ്രാധാന്യമുള്ള പീരീഡുകളാണ്. ഓഗസ്റ്റ് വരെ അതിലിടക്ക് വേണം ഈ ലോകം ഇനി എങ്ങനെ പോകണമെന്നുള്ളത്, പുതിയൊരു ലോകക്രമം എങ്ങനെ വരണമെന്നുള്ളത് ഉരുത്തിരിഞ്ഞ് വരണം ഇതിൽ നിന്ന്. അല്ലാതെ ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. നമ്മളെല്ലാം പറയുന്നുണ്ട് എങ്ങനെയൊന്ന് സമാധാനം, ഇതെല്ലാം നമ്മളെ ആഗ്രഹങ്ങളാണ്. പക്ഷേ മഹാഭാരത യുദ്ധം, വേദങ്ങൾ, ഭാഗവതം, മഹാഭാരത യുദ്ധം എഴുതി വെച്ചിരിക്കുന്നത് ലോകം ഇങ്ങനെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലൂടെയാണ് ഒരു പുതിയ ലോകക്രമം ഉണ്ടാകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രളയം ഉണ്ടായിട്ട് ലോകം നശിക്കും. ഇതാണ് ഭാഗവതം പറഞ്ഞു തരുന്ന കഥയുടെ അർത്ഥം. അത് നമ്മുടെ ചരിത്രം ഇവിടെ വെച്ച് ഓരോന്നും നടക്കുന്ന സംഭവങ്ങൾ വിവരിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. എല്ലാ സംഭവ വികാസങ്ങളും ഇവിടെ നമുക്ക് കാണാം. കളവിലൂടെയാണ്, ശുദ്ധമായ കളവല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയും കൃഷ്ണൻ കള്ളം കൊണ്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കൃഷ്ണൻ കളവിലൂടെയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് കളവ് ഉപയോഗിച്ചത്? ഇന്ന് രാഷ്ട്രത്തിലെ നേതാക്കന്മാർ, ട്രംപായാലും പുടിനായാലും ഏത് രാഷ്ട്രത്തലവനായാലും കളവിലൂടെയാണ് യുദ്ധം നടക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? ഇല്ലെങ്കിൽ നേരിട്ട് യുദ്ധമാണെങ്കിൽ ന്യൂക്ലിയർ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ അതിടുമെങ്കിൽ മറ്റേത് ഞാൻ അടിക്കും, അവസാനം ഇന്ന് പിടിച്ചോ ന്യൂക്ലിയർ ബോംബ് അവൻ അടിച്ചു തരും, എല്ലാം ലോകം നശിക്കും. അതിൽ നിന്ന് നശിക്കാതിരിക്കാനുള്ള വഴി എന്താണ്? കള്ളത്താണം പിടിച്ച് വല്ലവരെയും മുന്നിൽ പിടിച്ച് അടുപ്പിക്കുക, ഇടയ്ക്ക് കള്ളത്താണം അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക. കാലം ഇങ്ങനെയാണ് പോകുന്നത്. കാലമാണ് കൃഷ്ണൻ. അപ്പം കൃഷ്ണൻ ചെയ്തത് നമുക്ക് തോന്നും കൃഷ്ണൻ എന്തിനാ ഇങ്ങനെ കള്ളത്താണിയെല്ലാം ചെയ്തത്. പലവരും ചോദിക്കും ആ കൃഷ്ണൻ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്, കളവ് പറയുക, എന്തെല്ലാം ചെയ്യുക, എന്തെല്ലാം കളവാണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് എന്നെല്ലാം നമ്മൾ ചോദിക്കുന്നു. ഇന്ന് രാഷ്ട്രീയക്കാരും ആ വഴിയാണ് പിന്തുടർന്നിരുന്നിരിക്കുന്നത്. കളവിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ട്രംപ് തന്നെ പറയുന്നത് കളവല്ലേ. റഷ്യ ഇറാൻ തോറ്റ് അവരുടെ അടുത്ത് ആയുധമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിതാ പോകുന്നത്. കളവല്ലേ അത്? സത്യമാണോ? കളവ് തന്നെയാണ്. പുട്ടിനൊന്നും അറിയാത്ത മാതിരി ഇരിക്കുന്നില്ലേ? ഒന്നും അറിയാത്ത മാതിരിയാണോ കളി? പണ്ട് ഉക്രൈന് റഷ്യനെ അടിക്കുമ്പോൾ ട്രംപ് ഒന്നും അറിയാത്ത മാതിരി ചുമലിൽ കയ്യും കൊടുത്തിരുന്നിട്ടില്ലേ ട്രംപ് പുട്ടിൻ്റെ? അപ്പോൾ അതേസമയം ഉക്രൈൻ റഷ്യയിലേക്ക് അടിക്കും. ഈ സാങ്കേതിക വിദ്യ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ആ വിദ്യയെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടക്കും.
എല്ലാം കളവല്ലേ? ആരാണ് കളവല്ലാതെ ഇവിടെ പ്രയോഗിക്കുന്നത്? എല്ലാവരും ഓരോ അഭിനയമല്ലേ അഭിനയിക്കുന്നത്. എന്തിനു വേണ്ടിയാണിത്? ആ അഭിനയത്തിലൂടെ, കളവിലൂടെയാണ് ലോകം ഒരു വലിയ ന്യൂക്ലിയർ ബോംബിൽ നിന്നുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. കാലം ഉപയോഗിക്കുന്ന തന്ത്രമാണത്. ആ കാലം തന്നെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് നമുക്ക് തെറ്റാണെന്ന് തോന്നിയാണെങ്കിൽ അങ്ങനെ പോവുകയുള്ളൂ. അതേസമയം നമ്മൾ പറയും ലോക സമാധാനം ഉണ്ടാകുന്നത്. എങ്ങനെ സമാധാനം ഉണ്ടായി? ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയും. റഷ്യയും ചൈനയും ചെറിയ പൈസക്കാട് ഇരുന്നിട്ട് കച്ചവടം ചെയ്യാൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ കച്ചവടത്തിനിരിക്കുകയാണ്, ഞാൻ മത്സ്യം വിൽക്കാനിരിക്കുകയാണ്, മത്തി വെച്ചിരിക്കുകയാണ്, 100 റുപ്യ കുറേ ആളിരിക്കും. ഒരുത്തൻ കയറിയിട്ട് അവിടെ വന്നിട്ട് 60 റുപ്യക്ക് വിറ്റ് കഴിഞ്ഞാൽ ചെറിയ ചീള് കേസാണെങ്കിൽ എടുത്ത് അടിക്കാം. അത് പണ്ട് ചെയ്തിട്ടുണ്ട്. ഇറാഖിനെല്ലാം കയറി അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും വെനിൻസുലയിലുള്ള അങ്ങനെ തട്ടിക്കൊണ്ടെല്ലാം പോയിട്ടുണ്ട്. അത് ചീള് കേസുകളാണ്. അവരെല്ലാം എണ്ണ ചെറിയ പൈസ കൊടുക്കുകയാണ്. അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന കക്ഷി കുറച്ച് തൻ്റെ ഇടമുള്ള കക്ഷിയാണെങ്കിൽ, നല്ല തടിമാടനാണെങ്കിൽ നമ്മളെല്ലാം വിളിക്കുക 100 റുപ്യക്ക് വിൽക്കുക, അവനൊരു 60 റുപ്യക്ക്. ബാടാ ഞാൻ നിന്നി എന്താ ചെയ്യുക? അവൻ വലിയ വയറ്റിൽ മറ്റേ ഇതും വെച്ചിട്ടായിരിക്കും, അതായത് ടൈം ബോംബും വെച്ചിട്ട്. നീ ആറ്റം വന്നില്ലെങ്കിൽ ഞാൻ ടൈം ബോംബ് പൊട്ടിക്കുന്നു, ആരെങ്കിലും മുട്ടുപോകുക. അതുപോലെയാണ് റഷ്യയും ചൈനയും അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആയുധം ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്നും പറഞ്ഞ് വലിയ ന്യൂക്ലിയർ ബോംബ് എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഒരക്ഷരം മുണ്ടില്ല. അവന്മാർ കച്ചവടം സുഖമായിട്ട് നടത്തുന്നു. എങ്ങനെയായാലും പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? അതിന് പരിഹാരം ഉണ്ടായാലേ ഈ പ്രശ്നം തീരുകയുള്ളൂ. അമേരിക്കൻ്റെയും നാറ്റോ രാഷ്ട്രങ്ങളുടെയും എല്ലാം പ്രശ്നം തീരണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ വില കുറച്ച് വിൽക്കരുത്. അവർ വലിയ കച്ചവടക്കാരാണ്, മുതലാളിത്തം. റഷ്യയും ചൈനയും നല്ല മുതലാളിമാരാണ്, വലിയ തന്ത്രം അറിഞ്ഞവരാണ്. ഇവരെക്കാട്ടിയും ബുദ്ധിമാന്മാരാണ്. നമ്മളൊന്ന് ആലോചിച്ചോളൂ. നമ്മൾ 100 റുപ്യക്ക് മറ്റേ വിൽക്കാനിരിക്കുന്നു. ഒരുത്തൻ കയറിയിട്ട് നമുക്ക് ഒന്ന് വിറ്റ് 50 റുപ്യ ലാഭം കിട്ടും. അവൻ 10 റുപ്യ മതി. അവൻ അവിടെ ഇരുന്നിട്ട് 10 റുപ്യ കൊടുത്തു. ഇന്നായിരുന്നെങ്കിൽ നമ്മൾ അടിച്ച് എല്ലാവർക്കും കൂടി അവനെ അടിച്ച് ശരിയാക്കും. പക്ഷേ അടിക്കാൻ പറ്റില്ല, അവനില്ല. അവനല്ലാതെ മാക്സിമം വാങ്ങി വരും, ലാഭം എടുത്തിട്ട് എല്ലാ പൈസ അവൻ്റെ കീശയിൽ വരും, അവൻ പോകും. ഇന്നത്തെ സൊല്യൂഷൻ ഒന്നിക്കടിക്കണം. അടിച്ചാൽ പിന്നെ ആകെ പോക്കാണ്, അത് നടക്കില്ല. പിന്നെന്താ സൊല്യൂഷൻ? വള്ളവനെയും വെച്ചിട്ട് അടിപ്പിക്കുക. അത് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ എന്താണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. രണ്ടും രണ്ട് രാഷ്ട്രീയപരമായ ചിന്താഗതികളിലാണ് പോകുന്നത്. രണ്ടുപേരും മുതലാളിത്ത ശൈലിയിലൂടെ അങ്ങ് ഏറ്റുമുട്ടുകയാണ്. അതിന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ എന്തേ ഉള്ളൂ? അടിച്ചു തീർക്കുക മാത്രമല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. അവസാനം എത്തിയേക്കുന്ന അടിയുടെ സെൻറ്ററിലാണ്. ഈ അടിയിൽ നിന്ന് എങ്ങനെയാണ് മധ്യസ്ഥത്തിൽ തീർക്കുന്നത്? അത് ട്രംപിനും അറിയാം, ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഈ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മരിക്കുക, അല്ലാതെ വേറെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ആരെങ്കിലും സജസ്റ്റ് ചെയ്യൂ, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? ലോകത്തിൻ്റെ പ്രശ്നം ഇപ്പം എന്താണ്? ട്രംപ് പറഞ്ഞ വാക്ക്, എൻ്റെ ഷെൽഫ് നിറച്ചും ഇവൻ്റെ വിലയില്ലാത്ത സാധനങ്ങളാണ് കിടക്കുന്നത്. റഷ്യൻ്റെ എണ്ണയാണ് വില കുറച്ച് നാട്ടിൽ മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇവന്മാരെ ശരിയാക്കുക. അല്ലാതെ വേറെ ഇവരിത് ആ നിലയിൽ പോകുന്നിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിച്ചു തീർക്കുക തന്നെ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അടിച്ചു തീരും. അപ്പോൾ അടിച്ചു തീർക്കാനും പറ്റുമോ എന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ ശരിക്കും അടിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഭീഷ്മരും ദ്രോണാചാര്യരും എന്തെങ്കിലും കാരണം കണ്ടപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്, ഞാനില്ലേ ഈ ലോകത്തേക്ക്. അതുപോലെ ട്രംപ് ചെയ്തത്, എനിക്ക് അടിച്ചിട്ട് നശിപ്പിക്കാൻ, ലോകത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല.
ട്രംപ് ഇട്ടെറിഞ്ഞോടി. ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അവിടെ ബലം പ്രയോഗിച്ച് വരണം. ഇതിൻ്റെ ന്യൂക്ലിയർ ബോംബ് എടുത്തിട്ട് മറ്റവൻ്റെ മേലെ ഇടണം. ആരെ? ഇറാൻ്റെ മേലെ ന്യൂക്ലിയർ. അത് അമേരിക്കക്ക് ന്യൂക്ലിയർ ബോംബ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ന്യൂക്ലിയർ ബോംബാണ് പ്രയോഗിക്കേണ്ടത്. അത് ട്രംപ് പ്രയോഗിക്കില്ല. കാരണം ലോകം മുഴുവൻ നശിക്കുന്ന കാര്യം തിരിച്ചും ഇങ്ങോട്ടും വരും. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തെയല്ല, ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഭീഷ്മർ പറഞ്ഞ അയ്യയ്യേ ശിഖണ്ഡികളോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ പോകുന്നു. അതുവരെ തന്നെയാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. അയ്യോ മറ്റേ അടുത്ത് ആയുധമില്ല, ഒരു ചുക്കുമില്ല, ഇറാൻ്റെ അടുത്ത് ഒരു ചുക്കുമില്ല, എല്ലാം ആകെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്. ഇനി അവനോട് മധ്യസ്ഥം പോലും പറയേണ്ട ആവശ്യം, തോറ്റവനോട് എന്ത് മധ്യസ്ഥം, ഞാനിതാ പോകുന്നു. ഇതേപോലെ തന്നെ അടുത്ത കക്ഷി ഗുരു ബ്രിട്ടനും എല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഇനി കീഴെയുള്ള കർണന്മാരും സിൽബന്ദികളും എല്ലാം കൂടിയിട്ടാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴും അവസാനം അശ്വത്ഥാമാവ് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നത്, അതും വേദവ്യാസൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ വല്ലവനും ഈ ന്യൂക്ലിയർ ബോംബ് കീരി പ്രയോഗിച്ചെന്നും വരും. കാരണം വേദം 100% കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ജ്യോതിഷപ്രകാരം ഇങ്ങനെയാണ് കാലത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെയേ പോവുള്ളൂ. ഓരോ യുഗങ്ങളും ഇങ്ങനെയാണ് പോകുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ വേദവ്യാസം പറയുന്നത് അംഗീകരിക്കുകയാണെങ്കിൽ അവസാനം ആരെങ്കിലും കയറിയിട്ട് ന്യൂക്ലിയർ ബോംബ് അവസാനം തോറ്റ് കഴിയുമ്പോഴാണ് പ്രയോഗിക്കുക എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പക്ഷം തോക്കുമ്പോൾ ആരോ പ്രയോഗിക്കും. ഇതെല്ലാം ശരിയാണെങ്കിൽ മഹാഭാരത യുദ്ധമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന, ഈ നടന്നുകൊണ്ടിരിക്കുന്ന 3-ാം ലോക മഹായുദ്ധം ആണെങ്കിൽ മാത്രം. അത് എൻ്റെ ബുദ്ധി അനുസരിച്ച് എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. അതെല്ലാവരും ഒന്നും അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കാലമാണ് നമ്മൾ സത്യമേതാണെന്ന് വിളിച്ചു പറയുന്നത്. ഇതെൻ്റെ നിഗമനം. ഞാനിങ്ങനെയാണ് മഹാഭാരതത്തെ കാണുന്നത്. ചരിത്രമാണ്. ചരിത്രം സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ കഥരൂപത്തിൽ എഴുതി വെച്ചതാണ്. ലോകം ഇങ്ങനെയാണ് പോവുക. പക്ഷേ അതേ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കഥയാകുമ്പോൾ ഒരാശയം മാത്രം എടുത്താൽ മതി. ഇങ്ങനെയെല്ലാം പോവാന്ന് ഒരുമാതിരി ഭംഗിന്തരേണ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. ഇവിടെ പലവരും പറയുന്നില്ല, ഞാൻ മാത്രമാണോ പറയുന്നത്? ബൈബിള് വെച്ചിട്ട് എത്ര പേര് യൂട്യൂബിൽ ഇന്ന സംഭവങ്ങൾ ഇസ്രയേൽ മറ്റേതടിക്കുന്ന ഇതെല്ലാം ബൈബിളിലുണ്ട് എന്ന് പറയുന്നില്ലേ? ഖുറാന് വെച്ച് പറയുന്നില്ലേ? ആ സംഭവമാണ് ഇപ്പം നടക്കാൻ പോകുന്നതെന്നെല്ലാം പറയുന്നില്ല. പിന്നെ ഭാഗവതം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതായിട്ട് കട്ടാപതി. ഇതൊന്നും ആരും സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല. പക്ഷേ അവരവരുടെ ബുദ്ധിയിൽ കൂടെ അല്പമൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോഴെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം വേദങ്ങളിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. വേദത്തിലില്ലാത്തത് ഒരുത്തിയിലും കാണില്ല. അതാണ് വേദം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വേദത്തിൽ പുരാണങ്ങളിൽ ഉണ്ട്. വേദത്തിലില്ലാത്തത് ഒരുത്തിയിലും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രം തന്നെയാണ് ഈ മഹാഭാരത കഥകളിലൂടെയെല്ലാം രാമകഥയിലൂടെയെല്ലാം പറഞ്ഞ് വച്ചിരിക്കുന്നത്.